പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഹോളോ ബ്രിക്സ് നിർമ്മാണ കമ്പനി ഉടമയും പൊതുപ്രവർത്തകനുമായ വെട്ടൂർ സ്വദേശി അജേഷ് കുമാറിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യുവാവിനെ ഇന്നോവ കാറിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അജേഷിനെ ഒരു സംഘം ആളുകൾ വന്ന് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഒട്ടനവധി അഭ്യൂഹങ്ങൾക്കിടയിൽ കാലടിയിൽ നിന്നുമാണ് അജേഷിനെ കണ്ടെത്തിയതായി പോലീസ് പറയുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ മറ്റു തരത്തിലെ സാമ്പത്തിക ബന്ധങ്ങളോ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽപ്പെട്ടവരെയും അജേഷിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. 11 മണിയോടുകൂടി ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്താമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് യുവാവിനെ അദ്ദേഹത്തിന്റെ വീടായ വെട്ടൂരിൽ നിന്നും 5 സംഘം തട്ടിക്കൊണ്ടുപോയത്. രക്ഷാകർത്താക്കൾ മുമ്പിൽ വെച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് നാട്ടുകാരുടെ രക്ഷാകർത്താക്കൾ വാഹനത്തെ പിന്തുടരാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പകരം വാഹനത്തിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചിരുന്നു. പിന്നീട് കോട്ടയം പാലാ പ്രദേശത്തേക്ക് വാഹനം പോയതായി CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ കാലടിയിൽ നിന്നും യുവാവിനെ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പോലീസ് പറയുന്നത്. എന്നാൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. ഇയാൾ അവിടുത്തെ സമീപപ്രദേശത്തെ ഒരു അമ്പലത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടതായി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഭദ്ര. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട വെട്ടൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അജേഷ് കുമാറിനെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കാലടിയിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. അതേസമയം എന്ത് കാരണം കൊണ്ടാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ഈ തട്ടിക്കൊണ്ടുപോയ പ്രതികളെയും അതായത് ഇരയായ ആ യുവാവിനെയും ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.